കേരള വ്യാപാരി വ്യവസായി സമിതി ഉദുമ ഏരിയ കമ്മിറ്റി വാർഷിക സമ്മേളനം നടത്തി. കാലവർഷക്കെടുതിയിൽപ്പെട്ട കച്ചവടക്കാരുടെ പുനരുജ്ജീവനം സർക്കാരിന്റെ ഉത്തരവാദിത്തമാണെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ ചൂണ്ടിക്കാട്ടി. This news sponsored by Manual Silks, Mega Mall, Main Road, Kanyangad. Also at Kannur, Irati and Pattambi. കാലവർഷക്കെടുതിയിൽ സ്ഥാപനങ്ങൾ തകർന്ന് കച്ചവടം അസാധ്യമായ വ്യാപാരികളുടെ സാമ്പത്തിക ബാധ്യതകൾ സർക്കാർ ഏറ്റെടുക്കണമെന്നും ആവശ്യമായ നഷ്ടപരിഹാരം നൽകി പുനരുജ്ജീവനത്തിന് സർക്കാർ ഇവരുടെ കൂടെ നിൽക്കണമെന്നും കേരള വ്യാപാരി വ്യവസായി സമിതി ഉദുമ ഏരിയ സമ്മേളനം പ്രധാന പ്രമേയമായി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഓണനാളുകളിലെ കച്ചവടത്തിനായി വിവിധ വഴികളിലൂടെ ധനം സമാഹരിച്ച് സാധനങ്ങൾ എത്തിച്ച വ്യാപാരികളുടെ സ്ഥാപനങ്ങളാണ് മഴവെള്ളത്തിൽ മുങ്ങിപ്പോയത്. ഇവിടുത്തെ തൊഴിലാളികളുടെ ദുരിതവും സർക്കാർ കാണാതെ പോകരുത്. കേന്ദ്ര സർക്കാർ പാസാക്കിയ UPI ട്രാൻസാക്ഷൻ ബിൽ വ്യാപാരികൾക്ക് തിരിച്ചടിയാണെന്നും സമാന്തര തെരുവ് കച്ചവടങ്ങൾക്കും വൻകിട ഓൺലൈൻ കച്ചവടങ്ങൾക്കുമുള്ള നിയന്ത്രണങ്ങൾ കാര്യക്ഷമമാക്കണമെന്നുള്ള ആവശ്യവും സമ്മേളനം മുന്നോട്ട് വെച്ചു. ബേക്കൽ കോട്ടക്കുതിലെ ഓക്സ് റെസിഡൻസിയിലെ ടി മുഹമ്മദ് കുഞ്ഞി നഗറിൽ സംഘടിപ്പിച്ച സമ്മേളനം സംഘടനയുടെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സുഗുണൻ ഉദ്ഘാടനം ചെയ്തു. ഈ വ്യാപാരമെല്ലാം അവസാനിച്ച് വീട്ടിലിരിക്കുമ്പോൾ ഈ പറഞ്ഞ എല്ലാം ദാരിദ്ര്യം മാത്രം പറയുന്ന വ്യാപാരിക്ക് അവസാനം കുറച്ച് രോഗങ്ങൾ മാത്രം കുറേ വിൽക്കുസൈനുണ്ടാവും, കുറേ പ്രഷർ ഉണ്ടാവും, കുറേ ഷുഗർ ഉണ്ടാവും. പിന്നെ അപ്പുറത്തെ പീഡക്കാരനെ നോക്കി ഇപ്പുറത്തെ പീഡക്കാരനെ നോക്കി വിഷുമ്പും വർത്തമാനം പറഞ്ഞ എല്ലാവരും നിങ്ങൾ ജില്ലയിലല്ല, കാസർഗോഡ് ജില്ലയിലല്ല, 2 ജില്ലയിലെ കാര്യം പറഞ്ഞത് നിങ്ങളെ ജില്ലയിലാണ്. ഇതാണ് മാത്രം ബാക്കി. അവിടെയാണ് വ്യാപാരി മിത്ര പോലത്തെ പദ്ധതിയുടെ പ്രസക്തി വർദ്ധിക്കുന്നത്. നമ്മുടെ സംഘടന എന്നുള്ള നിലയിൽ നമുക്കുണ്ടാകുന്ന പ്രധാന വിഷയങ്ങൾ സംസ്ഥാന തലത്തിലും അല്ലെങ്കിൽ നാം നേരത്തെ സ്വാഗത ഭാഷണം സൂചിപ്പിച്ചതുപോലെ ഓൺലൈൻ വ്യാപാരം ഉൾപ്പെടെയുള്ള നാം നിത്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെല്ലാം അതിൻ്റെ പ്രയാസങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നു. അത് പരിഹരിക്കുന്നതിന് നമ്മൾ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നു, അതിനുവേണ്ട ഇടപെടലുകൾ നടത്തുന്നു. ഇതെല്ലാം ഒരു ഭാഗത്ത് നടത്തുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കും. ചടങ്ങിൽ ഏരിയ പ്രസിഡന്റ് വി ദിവാകരൻ അധ്യക്ഷനായി. മുതിർന്ന വ്യാപാരികൾക്ക് സമ്മേളനവേദിയിൽ ആദരവ് നൽകി. അംഗങ്ങളുടെ മക്കളിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ അനുമോദിക്കുകയും ചെയ്തു. മരണപ്പെട്ട പാലക്കുന്ന് യൂണിറ്റിലെ വ്യാപാരിയുടെ കുടുംബത്തിന് വ്യാപാര മിത്രയിലെ ധനസഹായമായി 2 ലക്ഷം രൂപ കൈമാറി. ഏരിയ സെക്രട്ടറി ശശിധരൻ കൈരളി പ്രവർത്തന റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി ശോഭാബാലൻ സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഉദയൻ പാലായി, സത്യൻ പടന്നക്കാട്, രാഘവൻ, ലിജു അബൂബക്കർ, സുകുമാരൻ, രാജൻ മണിയറ, ഹൈറുന്നിസ, മോഹനൻ, റിയാസ് കാസർഗോഡ് എന്നിവർ സംസാരിച്ചു. സംഘടക സമിതി ചെയർപേഴ്സണും പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ടി ശോഭന സ്വാഗതവും കൺവീനർ TC സുരേഷ് നന്ദിയും പറഞ്ഞു. ഉദുമ, പള്ളിക്കര, ചെമ്മനാട് ഗ്രാമപഞ്ചായത്തുകളിലെ 18 യൂണിറ്റുകളിൽ നിന്നുള്ള 150 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഏരിയ കമ്മിറ്റിയുടെ പുതിയ പ്രസിഡന്റായി വി ദിവാകരനെയും സെക്രട്ടറിയായി അഷ്റഫ് മുതിയക്കാലിനെയും ട്രഷററായി TC സുരേഷിനെയും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ഉദുമ.